സന്ധിക്ക് ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ സന്ധിവേദനകളെല്ലാം വാദത്തിൻ്റെ ലക്ഷണമാവണമെന്നില്ല. എല്ലാ വാദവും സന്ധിവേദന കൊണ്ട് ഉണ്ടാവണമെന്നുമില്ല. സന്ധിവേദന ഒരുപാട് തരങ്ങളിലുള്ള ഒരുപാട് പ്രായത്തിലുള്ള ആൾക്കാരിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. എല്ലാ സന്ധിവേദനയും വാദം അഥവാ ആർത്രൈറ്റിസ് ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്നുള്ളത് സന്ധിയിൽ ഡാമേജ് ഒരു പരിധിയിൽ മുകളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെയാണ് നമ്മൾ വാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് അഭിസംബോധന ചെയ്യുന്നത്. സന്ധിക്ക് ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ സന്ധിവേദനകളെല്ലാം വാദത്തിൻ്റെ ലക്ഷണമാവണമെന്നില്ല. എല്ലാ വാദവും സന്ധിവേദന കൊണ്ട് ഉണ്ടാവണമെന്നുമില്ല. കോമൺ ആയിട്ട് വരുന്ന സന്ധിവേദനകൾ എന്തൊക്കെയാണ്? മസ്കുലാർ ഇഞ്ചുറീസ്, ലിഗമെൻ്റ് ഇഞ്ചുറീസ്, അല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ ഇഞ്ചുറീസ്, പിന്നെ വാദസംബന്ധമായിട്ട് വരുന്ന എറോസീവ് ആർത്രൈറ്റിസ്, നോൺ എറോസീവ് ആർത്രൈറ്റിസ്. ഇങ്ങനെയാണ് പൊതുവായിട്ട് നമ്മൾ സന്ധിവേദനയെ ക്ലാസിഫൈ ചെയ്യുന്നത്. സന്ധിവേദനയിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് ആർത്രൈറ്റിസിൽ കണ്ടുവരുന്ന 2 തരം ആർത്രൈറ്റിസുകളാണ്. ഒന്ന് എറോസീവ് ആർത്രൈറ്റിസ്, ഒന്ന് നോൺ എറോസീവ് ആർത്രൈറ്റിസ്. നോൺ എറോസീവ് ആർത്രൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രായസംബന്ധമായി കാലപ്പഴക്കം കാരണം വെയർ ആൻഡ് ടയർ മൂലം സന്ധിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ നോൺ എറോസീവ് അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുകയും ചെയ്യുന്നത്. തിരിച്ച് എറോസീവ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സ്പോണ്ടൈലോ ആർത്രൈറ്റിസ്, സൊറിയാറ്റിക് ആർത്രൈറ്റിസ്, സൊറിയാസിസ് അസുഖത്തിന് ശേഷം വരുന്ന പ്രായം അധികം ഇല്ലാത്ത ആൾക്കാരിൽ പ്രായസംബന്ധമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നേരത്തെ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അധികം കേസിലും എറോസീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്.